ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, അതാണ് കേട്ടോ ശരിക്കും ഇന്നലെ നടന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൻസിയും അപ്പാനിയും കൂടി എന്തെല്ലോ പ്ലാൻ ചെയ്ത് വന്നിട്ടാണ് പിന്നെ അനുമോളോട് ഒരു പിന്നെ തർക്കത്തിന് നിൽക്കുന്നത്. കാരണം ബിൻസി പറയുന്നുണ്ട്, അനുമോൾ പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് പുറത്ത് നല്ല സൈബർ ബുള്ളിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പാനിയും പറയുന്നുണ്ട് എനിക്ക് പുറത്തൊരു ലൈഫ് ഉള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ബിൻസി ഫസ്റ്റ് അനുമോളോട് ഭയങ്കര രീതിയിൽ ചാടി കളിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അനീഷിനോടുള്ള കാര്യങ്ങൾ അന്നേരം ബിൻസി പറയുന്നുണ്ട്, നീയല്ല അനീഷിന് പിന്നെ ഫ്ലൈയിങ് കിസ് കൊടുത്തു, പിന്നെ ഇച്ചായാന്ന് വിളിച്ചു. അപ്പോൾ അത് അനു പറയുന്നുണ്ട് അത് തമാശക്കാണെന്ന്. അപ്പം ബിൻസി പറയുന്നുണ്ട്, നീ ചെയ്യുമ്പോൾ തമാശ, ഞാൻ ചെയ്യുമ്പോൾ കാര്യം എന്നുള്ളത്. അത് ഓക്കെയാണ്. കാരണം മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമുക്ക് തമാശയായിട്ട് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് സീരിയസ് ആയിട്ടും അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ തമാശയായിട്ടും തോന്നുന്നത് അതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. പക്ഷേ ബിൻസിക്ക് ഇപ്പം ഏകദേശം കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിന് പിന്നിൽ കളിച്ചത് അനു മാത്രമല്ല, ബാക്കി എല്ലാവരും കളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് കുത്തിപ്പൊക്കിയത് ഷൈത്യാണ് ഷാനവാസിനോടും അനുമോളോടും പറയുന്നത്. പക്ഷേ ഈ അനുവിൻ്റെ ഒരു സ്വഭാവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനു നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണക്കാക്കിയ ആൾക്കാർക്ക് അവർക്കെതിരെ എന്തൊരു അലിഗേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും അനുമോൾ വാ തുറക്കില്ല. അനുമോൾ അത് മിണ്ടാതിരുന്ന അനുമോൾ അവിടെ കേൾക്കും. പക്ഷേ ഈ ആദില, നൂറ, ഷൈത്യ എന്ന് പറയുന്ന ആൾക്കാർ അനുമോൾക്കെതിരെ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് അനുമോളെ ബാക്കിയുള്ള എല്ലാവരുടെയും മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്ഷിപ്പിന് നല്ല വാല്യൂ കൊടുക്കുന്ന ഒരു കുട്ടിയാണ്. ബാക്കിയുള്ളവർ അത് ഇനിയിപ്പം ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് അതിലെ പല ബാഡ് വേർഡും അനുവിനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനു ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെയും വിളിച്ച് ബേബി മോളെ വിളിച്ചിട്ട് അതിൽ വരും, അനു അതിൽ വീഴുകയും ചെയ്യും. അനു ഇനിയെങ്കിലും കുറച്ചൊരു വ്യക്തിത്വമുള്ള ആളായിട്ട് പെരുമാറണം. കാരണം നമുക്കൊരു വ്യക്തിത്വം ഇല്ല കഴിഞ്ഞാൽ നമ്മളായിട്ട് എല്ലാവരും എവിടെ എനി ടൈം എവിടെ വെച്ച് വേണമെങ്കിലും നമ്മളെ പിടിച്ചലക്കും. നമുക്ക് കുറച്ചെങ്കിലും ഒരു റെസ്പെക്റ്റ് തോന്നുന്നത് ബിൻസിനോടാണ്. കാരണം ബിൻസിക്കും തോന്നുന്നുണ്ട് എന്തെല്ലോ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എവിടെയൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ബിൻസിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ബിൻസി ലാസ്റ്റ് അനുമോളോട് വന്ന് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും നല്ലോണം ചിരിച്ച് കളിച്ചിരിക്കുന്നുണ്ട്, നീ എന്താ അതിലൊന്നും വരാത്തത്, നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടല്ലേ എന്നുള്ളത്. അന്നേരം അനുമോള് പറയുന്നുണ്ട്, ഇത് ഞാനല്ല ഫസ്റ്റ് ഇട്ടത്, വേറെ ആൾക്കാരാണ് ഇത് ഫസ്റ്റ് പറഞ്ഞത്, ഇതിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്. അന്നേരം അനുമോളോട് ബിൻസി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നിനക്കത് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ എന്ന് പറയുന്നുണ്ട്. ഇല്ല, അവർ പറയട്ടെ, കാരണം ഞാൻ അവരെല്ലാവരെയും മുഖം ഇങ്ങനെ നോക്കി കാണുമായിരുന്നു എന്താണ് എന്നുള്ളത്. കാരണം എനിക്കിതിന് തെളിവുകളും കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് അങ്ങനെ പറയാനും കഴിയുന്നില്ല. എൻ്റെതെല്ലാം ബിഗ് ബോസിന് അറിയാം, ബിഗ് ബോസാണ് എൻ്റെ ഏറ്റവും വലിയ തെളിവ്. പക്ഷേ എൻ്റെ കയ്യിൽ നിരത്താനായിട്ടൊരു തെളിവുകളും ഇല്ലയെന്ന്. അന്നേരം അപ്പോഴും ബിൻസി പറയുന്നുണ്ട്, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അനു അത് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയണം. കാരണം അവരൊക്കെ പറയുമ്പോഴേ നിനക്കത് പറയാമായിരുന്നില്ലേ എന്ന് ബിൻസി പറയുന്നുണ്ട്. അന്നേരം അനു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കാരണം അനുവിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അത്രയും ഫ്രണ്ട്സായിട്ട് കൊണ്ട് നടന്ന ആൾക്കാരെ മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കാത്തൊരു നല്ലൊരു സ്വഭാവത്തിനൊരിടമാണ്. പക്ഷേ ഇത്ര നല്ല സ്വഭാവം ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമില്ല. നമ്മൾ പോകുമ്പോൾ കണ്ടതാണ് അനുമോളും അപ്പാനിയും തമ്മിൽ വലിയൊരു ബോണ്ടിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രാവശ്യം വന്നപ്പോൾ അനുമോളായിട്ട് നല്ലൊരു ബോണ്ടിങ്ങിലാണ് പോയിട്ടുള്ളത്. ഭയങ്കരമായിട്ട് കളി, ചിരി, സംസാരം എല്ലാം ഉണ്ട് അവർ തമ്മിൽ. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് പിന്നെ അനുമോളോട് ചോദിക്കുന്നുണ്ട്, നിന്നോട് ഇതാരാണ് പറഞ്ഞത് ഇങ്ങനെയുള്ളത് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, അത് എനിക്ക് തോന്നി, അത് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് വരും, അതുകൊണ്ടാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതേ കാര്യങ്ങൾ അനുമോൾ ബിൻസിനോട് പറഞ്ഞപ്പോൾ ബിൻസി പോയിട്ട് അപ്പാനിയോട് ചോദിക്കുന്നുണ്ട്, അപ്പാനി എങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ അപ്പാനി അനുവിനോട് പറഞ്ഞിട്ടുള്ളത്, ബിൻസി എൻ്റെ അടുത്തേക്ക് വന്നതാണ്, ഞാൻ അവളുടെ അടുത്തേക്ക് പോയിട്ടില്ല, ഞാൻ ഭയങ്കര ഇതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതേ ഒരു ഇത് ബിൻസിനോട് പിന്നെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ ബിൻസി പോയിട്ട് പിന്നെ അപ്പാനിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനത്തെ രീതി. അപ്പോൾ അപ്പാനി ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ അന്നേരം ബിൻസി പറയുന്നുണ്ട് ബിൻസിനെ അപ്പാനിക്ക് അറിയില്ല എന്ന്. അപ്പാനി തിരിച്ചു പറയുന്നുണ്ട് അപ്പാനിനെയും ബിൻസിക്ക് അറിയില്ല എന്നുള്ളത്. സംഭവം ഇവിടെ അപ്പാനിയാണ് കളിച്ചിട്ടുള്ളത്. കാരണം അപ്പാനി ഓരോ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ബിൻസി ഇങ്ങനെ എൻ്റെ അടുത്തേക്കാണ് വരുന്നത്, ഞാൻ എന്നിട്ട് ഒഴിഞ്ഞു മാറാണ്, അങ്ങനെയുള്ള ആ ഒരു ടോക്കിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഏകദേശം ബിൻസിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് കളിച്ചത് എന്നുള്ളത്. ഇത് ശരിക്കും ഇപ്പോൾ ഒരു കട്ടപ്പ എന്ന് പറയാനുള്ളത് ഷൈത്യ, ആദില ആൻഡ് നൂറാണുള്ളത്. ഇനിയെങ്കിലും ആദിലാണ് നമുക്ക് എന്താ പറയുക, അങ്ങനത്തെ ഒരാളെ ലക്ഷ്മി പറഞ്ഞ പോലെ ഒരു പഞ്ചായത്തിൽ വരെ കയറ്റാൻ പറ്റാത്തൊരു സ്വഭാവമാണ് ആദിലിൻ്റെ അടുത്തുള്ളത്. ഇനിയെങ്കിലും അനു അത് മനസ്സിലാക്കണം. കാരണം ഇവരെല്ലാവരും പോയി കഴിഞ്ഞ് 2-3 ദിവസം അവിടെ നിൽക്കുമ്പോഴും ആദില വരും. പക്ഷേ അതിലിനി റിയൽ ഫ്രണ്ട്ഷിപ്പിൽ മാത്രം തലവെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യാനെങ്കിലും അനുമോൾ പഠിക്കണം.